ഹായ്, ഇന്ന് നമ്മൾ യൂണിറ്റിയിൽ പാർട്ടിക്കിൾ സിസ്റ്റം യൂസ് ചെയ്തിട്ട് ഒരു സ്നോ എഫക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ ഈ ഒരു ലൈറ്റിംഗ് സെറ്റപ്പും കൂടി ഉണ്ട്. സോ സ്നോ എഫക്റ്റ് ഫസ്റ്റ് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം സ്റ്റാമ്പ് നോക്കിയിട്ട് അങ്ങോട്ട്. സോ ഫസ്റ്റ് തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഈ പ്രൊജക്റ്റിന്റെ ലിങ്ക് യൂണിറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സീൻ ഓപ്പൺ ചെയ്യുക. സീൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൻവയോൺമെന്റും ഒരു ക്യാരക്ടറും കാണാൻ പറ്റും, സാന്റാക്ലോസ്. സോ അതേ ഉള്ളൂ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു സീൻ സെറ്റപ്പ് എന്ന് പറയുന്നത്. അത് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് നിങ്ങൾ ഗെയിം വിൻഡോ സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മുടെ മെയിൻ ക്യാമറ നമ്മുടെ സാന്റാക്ലോസിന് നേരെ വെച്ചിട്ട് ഓൾട്ട് ഷിഫ്റ്റ് എഫ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്യാമറ ആ ഒരു വ്യൂവിലേക്ക് മാറും. എന്നിട്ട് നമ്മുടെ മെയിൻ ക്യാമറേന്റെ ക്ലിയർ ഫാക്സിൽ സ്കൈ ബോക്സ് മാറ്റി സോളിഡ് കളർ ആക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ ചൂസ് ചെയ്യുക. ഇനി ചെറിയൊരു ഫോഗ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡോസ് റെൻഡറിംഗിൽ ലൈറ്റിംഗ് സെറ്റിംഗ്സിൽ പോവുക. ഏറ്റവും താഴെ അതർ സെറ്റിംഗ്സിൽ ഫോഗ് എനേബിൾ ചെയ്യുക. അതിന്റെ മോഡ് ലീനിയർ ആക്കുക. അതിനുശേഷം സ്റ്റാർട്ടും എൻഡും 0 ആക്കുക. എന്നിട്ട് സ്റ്റാർട്ട് ഇൻക്രീസ് ആക്കിയതിനു ശേഷം കുറച്ചൊന്ന് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഗ്രേഡിയന്റ് ഫോഗ് എഫക്റ്റ് കിട്ടും. എന്നിട്ട് അതിന്റെ ഒരു കളറും ചൂസ് ചെയ്യാം. ഇനി നമ്മുടെ ക്യാരക്ടർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാരക്ടറിന്റെ മെറ്റീരിയലിലെ ഷെയ്ഡർ ലെഗസി ഷെയ്ഡറിൽ പോയിട്ട് ഡിഫ്യൂസ് കൊടുക്കുക. ഇതേ സെയിം പ്രോസസ്സ് നമ്മുടെ ബാക്കിയുള്ള എല്ലാ മെറ്റീരിയൽസിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഷെയ്ഡർ ഡിഫ്യൂസിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി വൈബ്രന്റ് ആക്കും നമ്മുടെ കളേഴ്സിന്. സോ നമ്മുടെ സീൻ ഏകദേശം സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഡയറക്ഷൻ ലൈറ്റിന്റെ ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന്റെ കളറും ഒരു ചെറിയ രീതിയിൽ ഒന്ന് മാറ്റം വരുത്താൻ ശ്രമിക്കുക. ഒരു ചെറിയൊരു ടിന്റ് കളർ മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ. എന്നിട്ട് അതിന്റെ ഇന്റൻസിറ്റി ഒരു പൊടിക്ക് കൂട്ടുക. ഷാഡോ ടൈപ്പ് സോഫ്റ്റ് എന്നുള്ളത് ഹാർഡ് ആക്കിയതിനു ശേഷം സ്ട്രെങ്ത് ഒരു 0.8 കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആയി. അവസാനമായിട്ട് ലൈറ്റിംഗ് സെറ്റിംഗിലെ സോഴ്സ് കളർ ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇനി നമ്മൾ പാർട്ടിക്കിൾ സിസ്റ്റം ആഡ് ചെയ്യാൻ പോവാണ്. ഒരു പാർട്ടിക്കിൾ സിസ്റ്റം ആഡ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ട്രാൻസ്ഫോം ഒന്ന് സെന്ററിലേക്ക് ആയിട്ട് മാറ്റണം, കാരണം സൈഡിലേക്ക് ആയിട്ടുള്ളത്. സോ ട്രാൻസ്ഫോം പോയിട്ട് റീസെറ്റ് അടിക്കുക. അപ്പോൾ സെന്ററിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിൽ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് കളർ കാണുന്നുണ്ട്. അതിന് മുന്നേ നമ്മുടെ പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ നെയിം ഒന്ന് മാറ്റണം. സോ അതിന് നമുക്ക് ഒരു FX സ്നോ എന്ന് നെയിം കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ബ്ലാക്ക് കളർ പോകാൻ വേണ്ടിയിട്ട് പുതിയൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യണം. സോ മെറ്റീരിയൽസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, ഒരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുക. അതിനും റീനെയിം അടിക്കുക, ഒരു സ്നോ കൊടുക്കുക. എന്നിട്ട് ആ സ്നോവിന്റെ ഷെയ്ഡർ ലെഗസി ഷെയ്ഡറിൽ പാർട്ടിക്കിൾസിൽ ആൽഫ ബ്ലെൻഡഡ് എന്ന് കൊടുക്കാം. ആൽഫ ബ്ലെൻഡഡ് കൊടുത്തതിന് ശേഷം അതിന്റെ കളർ വൈറ്റ് ആക്കി കൊടുക്കുക. ഇപ്പൊ ഗ്രേ ആണ്, അത് വൈറ്റ് ആക്കി കൊടുത്തതിന് ശേഷം അതിന്റെ ഒരു ടെക്സ്ചർ ഡീഫോൾട്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡീഫോൾട്ട് ആയ ടെക്സ്ചർ കിട്ടും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ FX സ്നോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച മെറ്റീരിയൽ ആ ഒരു എഫക്റ്റിന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ പാർട്ടിക്കിൾസ് എഡിറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ ഷേപ്പ് കോൺ ആയിരിക്കും ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക. അതൊരു ബോക്സ് ആക്കുക. എന്നിട്ട് ആ ബോക്സിന്റെ സ്കെയിൽ എക്സ് വാല്യൂ കൂട്ടി കൊടുക്കുക. അതായത് നമുക്ക് ആ ഒരു റൗണ്ട് ഏരിയ കവർ ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശം. അതേപോലെ തന്നെ Z വാല്യൂയും കുറച്ചും കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു റൗണ്ട് ഫുൾ ആയിട്ട് കവർ ചെയ്ത് കിട്ടും നമുക്ക്. ഇനി നമുക്ക് സ്നോ മുകളിൽ നിന്ന് താഴോട്ട് വീഴാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡ് വ്യൂവിലേക്ക് ഒന്ന് മാറ്റിയതിനു ശേഷം നമ്മുടെ ഈ ഒരു പാർട്ടിക്കിൾ സിസ്റ്റം കുറച്ചൊന്ന് പൊക്കത്തിൽ വെക്കുക. എന്നാലേ ഉള്ളൂ നമുക്ക് മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്ന ആ ഒരു എഫക്റ്റ് കാണാൻ സാധിക്കുള്ളൂ. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്പീഡ് 0 ആക്കുക, കാരണം സ്പീഡ് ഇവിടെ ആവശ്യമില്ല. എന്നിട്ട് ഗ്രാവിറ്റി 0 ആയിരിക്കും ഡീഫോൾട്ട് ആയിരിക്കുക. അത് 1 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ താഴോട്ട് മഴ പെയ്യുന്ന പോലെ, സ്നോ പെയ്യുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് എമിഷൻ ഡീഫോൾട്ട് ആയിട്ടുള്ള 10 ഉള്ളത് 50 60 നിങ്ങളുടെ ഇഷ്ടം പോലെ ആക്കാം. ഓക്കെ. ഇനി നമ്മൾ പാർട്ടിക്കിൾ സിസ്റ്റത്തിന് സൈസ് ആണ് നോക്കേണ്ടത്. സോ സൈസിനായിട്ട് സ്റ്റാർട്ട് സൈസിന്റെ സൈഡിലായിട്ട് ഒരു ഡ്രോപ്പ് ഡൗൺ കാണാം. അതിൽ റാൻഡം ബിറ്റ്വീൻ 2 കോൺസ്റ്റന്റ് എന്ന് കൊടുത്തിട്ട് ഫസ്റ്റ് വാല്യൂ 0.7ഉം സെക്കൻഡ് വാല്യൂ 0.2ഉം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് റാൻഡം ആയിട്ട് വലുതും ചെറുതുമായിട്ടുള്ള പാർട്ടിക്കിൾസ് താഴോട്ട് ഫോളോ ചെയ്യുന്നത് കാണാൻ പറ്റും. സോ നമ്മുടെ പാർട്ടിക്കിൾസ് ഇപ്പോൾ 90% കംപ്ലീറ്റ് ആണ്. ഇനി കുറച്ചും കൂടി അതിന്റെ ഒരു ഭംഗി കൂട്ടാനായിട്ട് നോയ്സ് എനേബിൾ ചെയ്യുക. അതിന്റെ സ്ട്രെങ്ത് കുറച്ച് കൂട്ടി കഴിഞ്ഞാൽ നേരെ താഴോട്ട് വീഴുന്നതിന് പകരം ജസ്റ്റ് ഒരു സിഗ്സാഗ് മോഷനിലായിരിക്കും താഴോട്ട് വീഴുക. സോ നമ്മുടെ എഫക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സീൻ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോന് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. സോ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രം ABC.